ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ്സിന് തീ വെച്ചു അല്ലെങ്കിൽ തീ വെച്ചിട്ടില്ല, അതിനുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല എന്നും ഇനി അത് വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ എന്താ പറയുന്നത്? ഈ ഒരുപക്ഷെ അന്ന് ജനിക്കാത്ത പിള്ളേരാരെങ്കിലും ആയിരിക്കും ഈ വാർത്തയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. 2002 സംഭവം. അതായത് ഒരു 23 വർഷം മുമ്പ്. അപ്പോൾ ഗോദ്ര കലാപത്തിന് ശേഷം ജനിച്ച ഒരാൾ, ഇപ്പോൾ ഒരു 19-20 വയസ്സ് കാണും. അയാളിപ്പം ചാനലിൽ വലിയ ആങ്കറും ഒക്കെ ആയിരിക്കും. അപ്പം അയാൾക്ക് അത്രേ അറിവുള്ളൂ. ഇതൊക്കെ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഗോദ്ര സംഭവം ഞാൻ ഇന്നലെ തന്നെ ബബിത പറഞ്ഞിരുന്നതുകൊണ്ട് ഞാനതിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. ഇത് ഫെബ്രുവരി 27, 2002 സംഭവം. സബർമതി എക്സ്പ്രസ് എന്ന് പറയുന്ന നിസ്സാര ഒരു തീവണ്ടിയല്ല. ഉത്തർപ്രദേശിൽ നിന്ന് ഗുജറാത്തിലെ സബർമതി എന്ന് പറയുമ്പോൾ ഏകദേശം അറബിക്കടലിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്ന വലിയൊരു തീവണ്ടിയാണ് ഈ സബർമതി എക്സ്പ്രസ്. ഇതന്ന് ജാം പാക്ഡായിരുന്നു. കാരണം അയോധ്യ സന്ദർശിച്ച കാർ സേവകർ അവർ ഈ തീവണ്ടിയിൽ അങ്ങ് തള്ളി അങ്ങ് കയറി. ഏകദേശം ലക്നൗ ആണ് അയോധ്യയ്ക്ക് അടുത്തുള്ള വലിയ റെയിൽവേ സ്റ്റേഷൻ. ലക്നൗ മുതൽ വണ്ടിയിൽ കാല് കുത്താൻ സ്ഥലമില്ല. 76 ബർത്തുള്ള ഒരു ബോഗിയിൽ ഓൺ ആൻ ആവറേജ് 200 പേരാണ് കയറിയത്. അതെല്ലാം കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട്. റിസർവ് ചെയ്ത് കയറിയ ആളിന് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല. കിടക്കാനായിട്ടാണ് അയാൾ റിസർവ് ചെയ്തത്. ഇരിക്കാൻ പറ്റണ്ടേ? പക്ഷേ ഈ പോകുന്നവർക്ക് പോകണ്ടേ? അപ്പോൾ അവർ റിസർവ് ചെയ്ത ആളുകൾക്ക് കഷ്ടിച്ച് ഇരിക്കാനൊരു സ്ഥലം കൊടുത്തു. ബാക്കിയുള്ളവർ നിന്നു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം ഫുൾ ട്രെയിൻ അങ്ങനെ ജാം പാക്ഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഗോദ്രയിൽ ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നത് രാവിലെ ഒരു 7:45 മണിക്കാണ്. അതിലുണ്ട് തർക്കം. 7:42 എന്ന് ഗാർഡ്, 7:43 എന്ന് ഡ്രൈവർ, 7:45 എന്ന് സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നത് ഈ 2-3 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ തർക്കിക്കുന്നത് എന്തിനാണ്? 3 പേർക്ക് 3 വാച്ചാണ്. അതിൽ 3 സമയം കാണിക്കും. 2-3 മിനിറ്റ് വ്യത്യാസം കാണിക്കില്ല. അപ്പോൾ അതൊന്നും ഒരു തർക്ക വിഷയമല്ല. തർക്ക വിഷയം ഈ ട്രെയിൻ കത്തിയത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ അത് അന്വേഷിക്കാനായിട്ട് റിട്ടയർഡ് ജസ്റ്റിസ് ഷാ അധ്യക്ഷനായിട്ടൊരു കമ്മീഷനെ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൻ ബഹളമായി. ഈ ഷാ മോദിയുടെ ആളാണ്. അമിത് ഷാ എന്ന് പറയുന്ന പോലെയാണ് ജസ്റ്റിസ് ഷാ. അത് കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരി, അപ്പോൾ എന്താ വേണ്ടത്? സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയറായ നാനാവതിയെ കൊണ്ടുവരണം. ശരി, നാനാവതിയെ കൊണ്ടുവന്നു. അങ്ങനെ കമ്മീഷനിൽ 2 പേരായി. നാനാവതി ഷാ കമ്മീഷൻ എന്നറിയപ്പെട്ടു. ഈ അന്വേഷണം കമ്മീഷൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നതിനിടയിൽ പാവം ഷാ മരിച്ചുപോയി. അതോടെ ഇവർക്ക് വലിയ ആശ്വാസമായി. ഷാ മരിച്ചല്ലോ, ഇനിയിപ്പോൾ മോദിയെ കൂട്ടിക്കയറ്റാം. ആ ഷായ്ക്ക് പകരം അക്ഷയ് എച്ച് മേത്ത എന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിനെ വെച്ചു. അപ്പോൾ കമ്മീഷൻ്റെ പേര് നാനാവതി മേത്ത കമ്മീഷൻ ഇതായി. ഈ നാനാവതി മേത്ത കമ്മീഷൻ സെപ്റ്റംബർ 18, 2008 റിപ്പോർട്ട് കൊടുത്തു. ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് സംഗതിയൊക്കെ മാറ്റി വയ്ക്കുക. പ്രതിപക്ഷങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ള വെബ്സൈറ്റാണ് വിക്കിപീഡിയ. നാട്ടുകാർക്കെല്ലാം കയറി എഡിറ്റ് ചെയ്യാവുന്നൊരു സാധനമാണ് വിക്കിപീഡിയ. അത് ഈ ലെഫ്റ്റ് ലിബറൽ അർബൻ നക്സൽ അവരുടെ കയ്യിലാണ് വിക്കിപീഡിയ പറഞ്ഞ കാര്യം നമുക്ക് എടുക്കുക. കാരണം കമ്മീഷനൊക്കെ മോശം. അവർ തന്നെ സജസ്റ്റ് ചെയ്ത് നാനാവതിയുടെ റിപ്പോർട്ട് മോശം. വിക്കിപീഡിയയെ വിശ്വസിക്കാറില്ല. അപ്പോൾ വിക്കിപീഡിയ പറയുന്നത് ഇൻ ടോട്ടൽ
46,494 statements or affidavits were received by the commission. 46,494 മൊഴികളോ സത്യവാങ്മൂലങ്ങളോ കമ്മീഷൻ്റെ മുമ്പിൽ വന്നു. ഔട്ട് ഓഫ് ദം 2019 were statements affidavit filed by the government officers. 2019 ഗവൺമെൻറ് ഓഫീസേഴ്സാണ്. റെയിൽവേ, ഇലക്ട്രിസിറ്റി ബോർഡ്, പോലീസ്, പാരാമിലിറ്ററി ഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഇതിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെയാണ്. 44,445 44,445 സ്റ്റേറ്റ്മെൻറ്റ് വേർ റിസീവ്ഡ് ഫ്രം പബ്ലിക്. ഒന്നും രണ്ടുമല്ല, 44,445 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കിൽ നിന്ന്. ഒരു ബോഗി കത്തിയതിനാണ്. അപ്പോൾ കത്തിയതും കണ്ടതും കൂടിയതും ഓടിയതുമായ എല്ലാവരും മൊഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 76 ബെർത്തുള്ള ബോഗി, അതിൽ കയറി അപ്രോക്സിമേറ്റ് ഒരു 200 പേര് തിങ്ങി ഞെരുങ്ങി അതിനകത്ത് കയറി, അതിന് തീ പിടിച്ചു. ഇപ്പോൾ 200 പേരും മരിച്ചു എന്ന് വയ്ക്കുക, 59 പേരാണ് മരിച്ചത്. ബട്ട് മൊഴി കൊടുത്തത് എത്രയാണ്? 44,445 പേര്. ഇതാണ് ഗോദ്ര സംഭവം. ഇപ്പോൾ ഈ ട്രെയിൻ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഓടിപ്പോകുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേരും പറഞ്ഞിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓടുന്നു. അപ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയവർ അന്തം വിട്ട് നോക്കുന്നു, ഇതെന്ത് പറ്റി, ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ഓടുന്നു. ഇങ്ങനൊരു സംഭവം ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരാളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. വണ്ടി എടുത്തു. 5 മിനിറ്റാണ് ഗോദ്രയിൽ സ്റ്റോപ്പ്. 8 മണിക്ക് തന്നെ വണ്ടി എടുത്തു. വണ്ടി എടുത്ത് ഒരു 50 മീറ്റർ പോകുന്നതിന് മുമ്പേ ചെയിൻ വലിച്ച് വണ്ടി നിർത്തി. ചെയിൻ വലിച്ചത് നോർമലൈസ് ചെയ്തിട്ട് വീണ്ടും വണ്ടി എടുത്തു. വീണ്ടും 2 ബോഗിയിൽ നിന്ന് ചെയിൻ വലിച്ചു. S2-വിൽ നിന്ന് വലിച്ചു. S6 ആണ് കത്തിയത്. S7-ൽ നിന്ന്. അപ്പോൾ ഏകദേശം ഈ ക്യാബിൻ എയുടെ അടുത്തെത്തി വണ്ടി. ക്യാബിൻ എ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്താറാകുമ്പോൾ അവരിങ്ങനെ ക്യാബിൻ ഡി, ക്യാബിൻ സി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൊക്കമുള്ള ഗ്ലാസ് ഇട്ട ക്യാബിൻസ് ഉണ്ടാകും. അവരിത് നോക്കിയിട്ട് സ്റ്റേഷൻ മാസ്റ്റർക്ക് മെസ്സേജ് കൊടുക്കുക, സിഗ്നൽ മാറ്റുക, പിടിക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ക്യാബിൻ. അപ്പോൾ ക്യാബിൻ എ ക്യാബിനാണ് ആദ്യത്തെ. ഒരു സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ ആദ്യം ക്യാബിൻ എ വരും. ഈ എ ക്യാബിൻ എടുക്കാന്ന് വെച്ചാൽ ഏകദേശം പ്ലാറ്റ്ഫോമിൽ തന്നെ, വണ്ടിയുടെ നല്ലൊരു പോർഷൻ പ്ലാറ്റ്ഫോമിലും ബാക്കി പ്ലാറ്റ്ഫോമിന് പുറത്തുമായിട്ടാണ് വണ്ടി നിൽക്കുന്നത്. ഈ രണ്ടാമതും ഇത് ചെയിൻ വലിച്ച് വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോൾ ഭീകരമായ കല്ലേറുണ്ടായി. വണ്ടിയുടെ പ്ലാറ്റ്ഫോം സൈഡിൽ നിന്ന്. മറ്റേ സൈഡിൽ നിന്ന് കാര്യമായ ആക്രമണം ഉണ്ടായില്ല. ഒരു സൈഡിൽ നിന്ന് മാത്രം, ഒരു സൈഡിൽ നിന്നാണ് കൂടുതലുണ്ടായത്. അപ്പുറത്തുനിന്ന് കാര്യമായ അറ്റാക്ക് ഉണ്ടായില്ല. അപ്പോൾ ഇവർ സാധാരണ വണ്ടിക്കുള്ളിലുള്ളവരെല്ലാം ചെയ്യുന്നത് എന്താ, ഷട്ടറുകൾ താഴ്ത്തും. നമ്മളെ ലോവേഴ്സുള്ള ഷട്ടറുണ്ടല്ലോ, പടപടാന്ന് പറഞ്ഞാൽ അത് താഴ്ത്തി വാതിലടച്ച് കുറ്റിയിട്ടു. വലിയൊരു ജനക്കൂട്ടം വന്നിട്ട് ഈ ഷട്ടറുകൾ കമ്പിപ്പാര കൊണ്ട് കുത്തി പൊളിച്ച് ഒരുപാട് എല്ലാ ഇതും പൊളിച്ചു. വാതിലുകൾ വല്ലാതെ കുത്തിപ്പൊളി ഒരുപാട് നേരമെടുക്കുന്നു ട്രെയിനിൻ്റെ വാതിൽ കുത്തി പൊളിക്കാനായിട്ട്. ഇതിനിടയ്ക്ക് ഒരാൾ വെസ്റ്റിബ്യൂൾ സൈഡ് ഉണ്ടല്ലോ, ബോഗി ടു ബോഗി കണക്ട് ചെയ്യുന്നത്, ആ കണക്ഷൻ ഈ ട്രെയിനിനില്ല. ആ കണക്ഷൻ്റെ അവിടെ സ്ലൈഡിങ് ഡോർ വെച്ചിട്ട് അങ്ങ് അടച്ചിരിക്കുകയാണ്. ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് വെസ്റ്റിബ്യൂളിലൂടെ പോകാൻ പറ്റില്ല. ഈ കണക്റ്റിംഗ് സ്ലൈഡിങ് ഡോറ് കട്ടപ്പാര വെച്ച് കുത്തി ഇളക്കി, ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അത് സ്ലൈഡ് ചെയ്ത് ഇതിലേക്ക് പെട്രോൾ ഒഴിച്ചു. 140 ലിറ്റർ പെട്രോൾ. ഈ 140 ലിറ്റർ പെട്രോൾ തലേ ദിവസം അവർ സംഭരിച്ച് വെച്ചിരുന്നു. അതായത് വെൽ പ്ലാൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെട്രോൾ വാങ്ങിയ പമ്പ്, പെട്രോൾ വാങ്ങിച്ച ആൾ, അതിൻ്റെ ബില്ല്, അത് രാത്രി വെച്ച സ്ഥലം, ഇതെല്ലാം കമ്മീഷൻ പരിശോധിച്ച് തെളിവെടുത്തിട്ട് ഈ വെസ്റ്റിബ്യൂൾ ഭാഗത്ത് നിന്ന് ഈ പെട്രോൾ അങ്ങ് ഒഴിക്കുകയായിരുന്നു. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്രോൾ അങ്ങ് പരക്കം തീയും കൊടുത്തു. തീ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഇപ്പുറത്ത് ജനലിൽ കൂടെ ചാടാൻ രക്ഷയില്ല, വാതിലിൽ കൂടെ ചാടാൻ രക്ഷയില്ല, വെസ്റ്റിബ്യൂളിൽ കൂടെ ചാടാൻ രക്ഷയില്ല.
ഒരു സൈഡിൽ കൂടെ കല്ലേറ്, മറ്റേ സൈഡിൽ കൂടെ തീ. അതിനകത്ത് ചാടി കുറച്ച് പേരൊക്കെ ഡയറിങ് ആയിട്ട് എടുത്ത് ചാടി, കുറേ പേര് രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ വെന്തു മരിച്ചു, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികളൊക്കെ. ഇപ്പോൾ ഗുജറാത്ത് സംഭവം ഇപ്പോൾ എമ്പുരാൻ വഴിക്ക് ചർച്ചയായില്ല. അപ്പോൾ അതിൽ ബബിത കേട്ട് കാണും, കൗസർ ബാനു, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ. അതേസമയം ഗോദ്ര സംഭവത്തിൽ മരിച്ച ആളിൻ്റെ പേര് 59 പേര് മരിച്ചു, ഒരാളിൻ്റെ പേര് പബ്ലിക് ഡൊമൈനിലില്ല. മരിച്ച 59 പേരുടെ ഇല്ല. 59 പേരുടെ പേരൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ ടി വിയിലോ ചർച്ചയിലോ പേരൊക്കെ ഒന്നും അവരുടെ പേര് പറയില്ല. ഒരു സാമ്പിളിന് ഒരു പേര് അതും പറയണ്ടേ? ഇല്ല. സോ ഗോദ്ര ഇവരങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തു. എന്നിട്ടിപ്പോൾ പറയുന്നത് അത് എങ്ങനെ കത്തി എന്നുള്ളതിന് തീർപ്പായിട്ടില്ല. എങ്ങനെ കത്തി എന്നുള്ളതിന് തീർപ്പായിട്ട് 2008 സെപ്റ്റംബർ 18 കമ്മീഷൻ്റെ റിപ്പോർട്ടുമുണ്ട്. ബട്ട് കമ്മീഷൻ്റെ റിപ്പോർട്ട് ജുഡീഷ്യൽ കമ്മീഷനാണ്. അതിൻ്റെ പുറത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഗവൺമെൻറ് എടുത്തിട്ട് അസംബ്ലിയിൽ വയ്ക്കണം. അപ്പോൾ ഈ സംഭവം നടക്കാൻ കാരണമെന്ത്, സംഭവത്തിന് ഉത്തരവാദികൾ ആര്, സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് കമ്മീഷൻ പരിശോധിച്ച് ശുപാർശ കൊടുക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ മാത്രമാണത്, മജിസ്ട്രേറ്റ് കോടതിയല്ല. കേസുകൾ പോകുന്നത് എങ്ങനെയാണ്? ഇതിൽപ്പെട്ടവരെയൊക്കെ, കുറ്റവാളികളെയൊക്കെ കണ്ടുപിടിച്ചും ട്രേസ് ചെയ്തൊക്കെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കാലം കുറേ എടുക്കും, ചിലർക്ക് ജാമ്യം കിട്ടും, ചിലർ കുറ്റവിമുക്തരാകും, ചിലർ ശിക്ഷിക്കപ്പെടും, ചിലർ ഹൈക്കോടതി പോകും, ചിലർ സുപ്രീം കോടതിയിൽ പോകും, അങ്ങനെ പോകും അത്. സോ ക്രിമിനൽ പ്രോസസ് മേ ബി കണ്ടിന്യൂയിങ് ഈവൻ ടുഡേ, ഐ ഡോണ്ട് നോ. ഏതെങ്കിലും ഒരാൾ അയാളെ ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷിച്ചു, അയാൾ സുപ്രീം കോടതിയിൽ പോകും, അവിടെ കിടക്കും അയാളുടെ കേസ്. ആ കേസ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗോദ്ര സംഭവം നടന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മളുടെ മാറാട് കേസ്, ഇപ്പം എന്താ സ്ഥിതി? അതിൻ്റെ മാറാട് കേസിൽ കീഴ്ക്കോടതി 66 പേർക്ക് പല രീതിയിലുള്ള ശിക്ഷ കൊടുത്തു. ഹൈക്കോടതി അത് ഇൻക്രീസ് ചെയ്ത് 84 ആക്കി. അവരെല്ലാം സുപ്രീം കോടതിയിൽ പോയി. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ജഡ്ജ്മെൻറ്റ് ഇതുവരെ വന്നു കാണില്ല. കുറേ പേർക്ക് ജാമ്യം കിട്ടിക്കാണും, കുറേ പേര് ഇപ്പോഴും ജയിലിലുണ്ടാകും. ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാറാട് സംഭവം നടന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മാറാട് സംഭവം നടന്നോ ഇല്ല എന്നുള്ള പ്രശ്നം കോടതിയിൽ ഇരിക്കുകയാണിപ്പോൾ. അങ്ങനെയല്ല, കോടതിയിൽ ഇൻഡിവിജ്വൽ കുറ്റവാളികളാണ് എടുക്കുന്നത്, അല്ലാതെ സംഭവം എങ്ങനെ നടന്നു അത് കോടതിക്ക് വിഷയമല്ല. ഞാനിപ്പോൾ ബബിതയെ കുത്തിക്കൊല്ലുന്നു, ഓക്കെ, അതൊരു സംഭവമാണ്. അപ്പോൾ പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോകും, എന്നെ വിചാരണ ചെയ്യും, അതായത് കീഴ്ക്കോടതി ശിക്ഷിക്കും, ഞാൻ അപ്പീൽ പോകും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബട്ട് ഏത് സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്ന് ഗവൺമെൻറ്റിന് ഇതിലൊരു സ്ട്രേഞ്ച് സംഭവമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കേണ്ട സംഗതിയില്ല. ഗവൺമെൻറ് ഒരാളെ, ചിലപ്പോൾ ജില്ലാ കളക്ടറായിരിക്കും, അല്ലെങ്കിൽ സ്ഥലം SP ആയിരിക്കും, അങ്ങനെ പറയും ഈ സംഭവത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് തന്നെ. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ കുറേ ആയല്ലോ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു. സ്ത്രീകളെ കണ്ടാൽ കുത്തിക്കൊല്ലുന്ന സ്വഭാവം. ഇത് ടേംസ് ഓഫ് റെഫറൻസ് ആയിട്ട് ഇങ്ങനോട് പറയുന്നു, ഒരു റിപ്പോർട്ട് തരാൻ പറയുന്നു, ആ റിപ്പോർട്ട് വാങ്ങുന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ് തള്ളിക്കളയാം. ഇതാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത്. ക്രിമിനൽ കേസ് വേറെ, ജുഡീഷ്യൽ അന്വേഷണം വേറെ. പക്ഷേ ഈ 59 ഹിന്ദുക്കളുടെ മരണം എന്ന് പറഞ്ഞിട്ട് ഇന്നും അത് ഉൾക്കൊള്ളാൻ എന്തുണ്ട്? കാരണം ഇത് പ്ലാൻഡ് ആയിട്ടാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹോൾ ഇന്ത്യൻ മുസ്ലിംസ് ആൻഡ് ദെയർ കമ്മ്യൂണിസ്റ്റ് എക്കോസിസ്റ്റം അവർ ഡിഫെൻസീവിലാകുന്ന ഒരു സംഭവമാണ് ഗോദ്ര. ദെർഫോർ ദേ വിൽ നോട്ട് ഡിസ്കസ് ഗോദ്ര. ഗോദ്ര സംഭവത്തിന് ശേഷം ഇതിനെ അപലപിച്ച ഏക മുഖ്യമന്ത്രി അന്ന് ജയലളിതയാണ്. ആഫ്റ്റർ എ വീക്ക് ജയലളിത പൊട്ടിത്തെറിച്ച ഒരു പത്രപ്രസ്താവന നടത്തി. ജയലളിത പറഞ്ഞു മഹാഭാവമാണ്, ഇവർ ഹിന്ദുക്കളായതുകൊണ്ട് ഇവരുടെ ജീവന് വിലയില്ല എന്നൊക്കെ ചോദിച്ച്. കാരണം അപ്പോഴത്തേക്ക് കലാപം പടർന്നിരുന്നു. ഗുജറാത്തിലെ ഏകദേശം 9 or 10 ജില്ലകളിലേക്ക് കലാപം വ്യാപിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കലാപം കലാപം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ജയലളിത മാത്രം ചോദിച്ചു, ഈ കലാപം തുടങ്ങാൻ കാര്യം എന്താ, അതിനെപ്പറ്റി നിങ്ങൾ മിണ്ടാത്തത് എന്താ, ഇവരുടെ ജീവന് വിലയില്ലേ?
ഈ കണക്കാരും പറയാത്തത് എന്താണെന്ന് ചോദിച്ച് ജയലളിത ക്ഷോഭിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദി 2001 നവംബർ ഡിസംബറിലോ മറ്റാണ് BJPയിലെ ഇൻറ്റേർണൽ ഫൈറ്റിൽ ഒരു കോംപ്രമൈസ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് നരേന്ദ്രമോദി അവിടെ വരുന്നത്. അല്ലാതെ തിരഞ്ഞെടുപ്പ് മത്സരിച്ച് അങ്ങനെയല്ല വരുന്നത്. അപ്പം നരേന്ദ്രമോദിക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും ഇല്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല ജീവിതത്തിൽ. സംഘടനാ രംഗത്തായിരുന്നില്ല. അപ്പോൾ ഭരണപരമായ ഒരു പരിചയം ഇല്ല. നരേന്ദ്രമോദി അന്ന് ഇവരാണ്, വാജ്പേയിയാണ് പ്രധാനമന്ത്രി. വാജ്പേയി അദ്വാനിയും വിളിച്ചു. അദ്വാനി ആഭ്യന്തരമന്ത്രിയാണ്. അദ്വാനി പറഞ്ഞു, ഞാൻ പട്ടാളത്തെ എയർലിഫ്റ്റ് ചെയ്യാം ടു കൺട്രോൾ ദിസ്. ബട്ട് അത് ബാരക്കിൽ നിന്ന് അവർ വന്നിട്ട് അവർ വരിക എന്ന് പറയുന്നത് താമസിക്കുമല്ലോ വരാൻ. അപ്പോൾ നരേന്ദ്രമോദി ഫ്രാൻറ്റിക്കായിട്ട് ദിഗ്വിജയ് സിംഗിനെ വിളിച്ചു. തൊട്ടടുത്ത സ്ഥലം മധ്യപ്രദേശ്. അവിടെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ദിഗ്വിജയ് സിംഗ്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു 1000 പോലീസുകാരെങ്കിലും അയച്ചു തരണം, അത്രയധികം ഡിസ്റ്റർബൻസ് ഗുജറാത്തിലുണ്ടാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചില്ല. എന്നിട്ട് അങ്ങേര് മോദിയെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ട്, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഭീകരമായ കലാപം നടക്കുന്നു, കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ പോലീസ് പിണറായി വിജയൻ ചോദിക്കുകയും എനിക്കൊരു 1000 പോലീസുകാരെ വേണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ അയച്ചു തരും. ബിക്കോസ് ലോ ആൻഡ് ഓർഡർ പ്രധാനമാണല്ലോ, മനുഷ്യരുടെ ജീവൻ പ്രധാനമാണല്ലോ. അത് ചെയ്തില്ല ദിഗ്വിജയ് സിംഗ്. അവർക്ക് നടക്കണമായിരുന്നു. അപ്പോൾ മോദി സ്പോക്ക് ടു KPS ഗിൽ. പഞ്ചാബിൽ കലാപം അടിച്ചമർത്തിയ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് KPS ഗിൽ, സിഖുകാരുടെ കലാപം. KPS ഗില്ല് ഓവർനൈറ്റ് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ അഹമ്മദാബാദിൽ വന്നു. ഹീ ടുക്ക് ചാർജ് ഓഫ് ഗുജറാത്ത് പോലീസ്. എന്നിട്ടാണ് ഈ കലാപം. അപ്പോഴത്തേക്ക് പട്ടാളവും വന്നു. കുറച്ച് ദിവസം നിന്നു കലാപം, പിന്നെ ശാന്തമായി. ദിസ് ഈസ് ദ ഫാക്റ്റ്. മൊത്തം 973 പേര് മരിച്ചു. ഈ ഫിഗർ കോൺഗ്രസ് സർക്കാർ പുറത്തുവിട്ടതാണ്. കാരണം 2004 വാജ്പേയി പോയി, മൻമോഹൻ സിംഗ് വന്നു. ആഭ്യന്തരമന്ത്രി ഐ തിങ്ക് വാസ് P. ചിദംബരം ഓർ പ്രണബ് മുഖർജി, ഐ ഡോണ്ട് റിമെമ്പർ. ആഭ്യന്തര സഹമന്ത്രി ലോക്സഭയിലെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് 973 പേര് മരിച്ചു. അതിൽ 500 ചില്ലാനും മുസ്ലിങ്ങൾ, 400 ചില്ലാനും ഹിന്ദുക്കൾ. ഇതാണ് ടോട്ടൽ ഫിഗർ, ഔദ്യോഗിക ഫിഗർ. ഇതിനെയാണ് മുസ്ലിം വംശഹത്യ, 10,000-കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചാനലിലിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ആൾക്കാർ തട്ടിവിടുന്നത് ഈ സംഭവത്തെ. ഈ മുസ്ലിങ്ങളൊക്കെ മരിക്കാൻ തന്നെ കാരണം ആദ്യം ഈ കൊലപ്പെടുത്തിയ 59ഓളം പാവങ്ങളായ ഹിന്ദു ജനങ്ങളല്ലേ. ഇറ്റ് വാസ് ഫ്രീ ഫോർ ഓൾ ആയിരുന്നു. ഫ്രീ ഫോർ ഓൾ. ഹിന്ദുക്കൾ ഗുജറാത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അസേർട്ട് ചെയ്ത് അടിക്ക് തിരിച്ചടി കൊടുത്ത സംഭവമായിരുന്നു ഈ ഗോധ്ര. പിന്നെ അതിനെ തുടർന്ന് അഹമ്മദാബാദ്, ബറോഡ പ്രദേശം മുഴുവൻ, ഞാൻ പറഞ്ഞില്ലേ 8, 9, 10 ജില്ലകളിൽ വലിയ കലാപങ്ങളുണ്ടായി. അത് ഹിന്ദുക്കളിൽ തിരിച്ചടി. സാധാരണ ഒരു കലാപം എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ തല്ല് ഹിന്ദു മേടിക്കുക, കലാപം എന്ന് വിളിക്കും. ഇപ്പം മാറാട് കലാപം എന്ന് പറയാറില്ലേ, എന്ത് കലാപം? പണ്ടത്തെ നമ്മുടെ മലബാറിൽ കലാപം പോലെ 8 ഹിന്ദുക്കൾ മരിച്ചു. അപ്പോൾ അത് കലാപമല്ലോ, ഏകപക്ഷീയമായ കൊലയാണ്. അതിനെ കലാപം എന്ന് പറയാൻ പറ്റും. കലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് ബഹളമൊക്കെ വയ്ക്കുന്നതാണ് കലാപം. ഇത് കലാപമൊന്നുമല്ല, ചുമ്മാ മാറാട് ഹിന്ദുക്കളെ ഓടിച്ചിട്ട് വെട്ടിക്കൊന്നു. ഒരു മുസ്ലിം മരിച്ചു, അബദ്ധവശാൽ മരിച്ചതാണ്. സന്ധ്യയ്ക്ക് തുടങ്ങി ഇരുട്ടായത്, ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലാണ് മാറാട് ഓടി നടന്ന് വീട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഓർക്കാപ്പുറത്ത് കൂടെയുള്ള ഒരുത്തനെ അവർ വെട്ടിപ്പോയി, അയാളും മരിച്ചു. അങ്ങനെ 8 ഹിന്ദുക്കളും ഒരു മുസ്ലിമും മാറാട് മരിച്ചു. അപ്പോൾ അതിനെ കലാപമെന്ന് പറയാൻ പാടില്ല, കൂട്ടക്കശാപ്പാണ്. നിഷ്കളങ്കരായ നിരാധരായ വെറുതെ ചായക്കടയിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന ആൾക്കാർ ചുമ്മാ അങ്ങോട്ട് വെട്ടിക്കൊന്നു. അപ്പോൾ ഈ കലാപം എന്നുള്ള വാക്ക് അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്നതും ശരിയല്ല. അതിനുശേഷം ഗുജറാത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് അപ്പോഴത്തേക്ക് മോദി അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു വന്നു, വളരെ ഫാസ്റ്റായിട്ട് പിക്കപ്പ് ചെയ്തു.
എവിടെ പിടിച്ചാൽ ആരെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ധാരണ വന്നു. ആൻഡ് ദെൻ മോദി നെവർ ലുക്ക് ബാക്ക്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മോദിക്ക്. ഒരുത്തിൻ്റെയും ഓശാരവും വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ പറയുന്നത് അന്നാണ് മോദി അറിയുന്നത് നരേന്ദ്രമോദി നീ ഒറ്റയ്ക്കാണ്. ഇമാജിൻ ഹിസ് ഫ്ലൈറ്റ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നടുക്കടലിൽ നീന്തലറിഞ്ഞുകൂടാത്തൊരു മനുഷ്യനെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങേര് കൈയും കാലും ഇട്ട് അടിച്ചു, എന്നെ ആരെങ്കിലും സഹായിക്കണം. ഒരുത്തിനും സഹായിക്കാണ്ട് ഇന്ത്യൻ പട്ടാളം വരാൻ 48 hours മറ്റോ എടുത്തു. ഇറ്റ്സ് നാച്ചുറൽ. പട്ടാളം വന്നു കഴിഞ്ഞാൽ പട്ടാളത്തിന് വഴിയോ സംഗതിയൊക്കെ അറിയാം. അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ സർവ്വസംഹാരകമായ യുദ്ധം ചെയ്യാനാണ് പട്ടാളത്തിന് അറിയാവുന്നത്. അല്ലാതെ സെലക്റ്റീവായിട്ട് വഴക്കുണ്ടാക്കുന്നവരെ പിടിച്ചിട്ട് നീ അവിടെ നിൽക്ക്, ഞാനിതൊന്ന് ശരിയാകട്ടെ, ഇത് പട്ടാളത്തിന് അറിയുന്ന ഒരു ശൈലിയല്ല. അതൊന്നും നിരത്തി അങ്ങോട്ട് വെടിവെക്കും. അങ്ങനെ നിരത്തി വെടിവെക്കാനും പാടില്ല. ഇതിനകത്ത് നിഷ്കളങ്കരായ ആൾക്കാർ പെട്ടുപോകില്ലേ. ബട്ട് KPS ഗില്ലാണ് ഈ അങ്ങനെയൊക്കെ ഈ സ്കില്ലുണ്ട്, ഹൗ ടു കൺട്രോൾ ദിസ്. മാത്രമല്ല ടെറൈൻ നോളജ് എന്ന് പറയും. സ്ഥലത്തെ പറ്റി നമുക്കൊരു ധാരണ വേണം. ചതുപ്പാണോ, മരുഭൂമിയാണോ, കൈതയുണ്ടോ, മുള്ളുണ്ടോ, ഇതൊക്കെ ഒരു ധാരണ വേണം. എങ്കിൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് KPS ഗില്ലാണ്. അന്ന് മോദി മനസ്സിലാക്കി ഒരു അപകടത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ആരും സഹായത്തിനെത്തില്ല, എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. ഇപ്പോഴും മോദി ഹിമാലയം പോലെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. സകല ഡിസിഷൻ, എവറിത്തിങ് കംസ് ടു പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ബക്ക് സ്റ്റോപ്സ് ദെയർ. ക്യാബിനറ്റിൽ എല്ലാവരും ഉണ്ടാകും, 10-40 പേരുണ്ട്. ഓരോരുത്തരെ അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ സന്ധ്യയായി. ഓരോരുത്തരെ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു പോകും. അവസാനം മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഗഡ്കരി 4 പേരാകും. ഗഡ്കരി വരുമ്പോൾ എനിക്ക് വൈകുന്നേരം ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് കൈ വേദനയ്ക്ക്, അപ്പോൾ അതിന് പോകണം. ഗഡ്കരി പോയി. രാജ്നാഥ് സിംഗ് കുറേശ്ശെ പ്രായമായിട്ട് വരുന്നു. എനിക്കിനി ഒന്ന് സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ പോട്ടെ എന്ന്. 7:30 രാജ്നാഥ് സിംഗ് പോകും. 9 മണിയാകുമ്പോൾ അമിത്ഷായും പറയും, ഷുഗർ ഡൗൺ ആയെന്ന് തോന്നുന്നു, നെറ്റി വേർക്കുന്നു, കൈ കണ്ടില്ലേ വിറയ്ക്കുന്നു, പൊക്കോളാം പറയും. പിന്നെ ഹൂ റിമെയിൻസ്? മോദി. ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ. നാളെ വഖഫ് ബില്ല് പാർലമെൻറ്റിൽ വയ്ക്കണോ വേണ്ടേ? ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞു പോയി. എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ബാക്കി പ്രൈം മിനിസ്റ്റർ തീരുമാനിച്ചാൽ മതി. എല്ലാവരും ഇത് തന്നെ. അവസാനം എണീക്കുന്ന അമിത്ഷായും പറയും, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ തീരുമാനിച്ചാൽ മതി, ഞാൻ കൂടെ നിൽക്കാം. പോയി. ചേട്ടൻ തീരുമാനിക്കണം എന്ത് വേണം, നാളെ ചെയ്യണോ മറ്റന്നാൾ ചെയ്യണോ അതോ ചെയ്യാതിരിക്കണോ. ആ തീരുമാനം എടുക്കുമ്പോൾ ഒരു മനുഷ്യനില്ല ഓഫീസിൽ, ഒറ്റയ്ക്ക്. അപ്പോൾ ഈ സാധനം ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറയും. ഇത് അന്ന് ഈ കലാപത്തിൻ്റെ സമയത്ത് മോദി അനുഭവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിമാലയം പോലെ കുലുക്കമില്ലാതെ നിൽക്കുന്നത്. എന്ത് പറയാനാണ്? റിപ്പോർട്ടില്ല, കേസ് തീർന്നില്ല എന്നൊക്കെ പറയുന്നവരോട് എന്ത് പറയാം? എല്ലാം അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. റിപ്പോർട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര്. ഇന്ത്യൻ പാർലമെൻറ്റ്, ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ദ പാർലമെൻറ്റ്, ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇതിലെല്ലാം ഈ റിപ്പോർട്ട് കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞൊരു റിപ്പോർട്ട് നമ്മളുടെ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മിനിസ്റ്ററായിരുന്നു, 2006 മറ്റുമാണ്. പുള്ളി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതെന്ത് പരിപാടി? അല്ല, അത് റെയിൽവേ കത്തിയതല്ലേ, അതുകൊണ്ട് റെയിൽവേ എന്താണെങ്കിലും. അപ്പോൾ ആൾക്കാർ കോടതിയിൽ പോയി. കാരണം ഈ 4ാമത് മേത്ത കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാൻ പോകുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നു, അവർ മൊഴിയെടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. അത് അപ്പോൾ പാരലായിട്ടൊരു പന്തലിട്ടിട്ട് അടുത്ത ആൾ മൊഴിയെടുക്കുന്നു. ഇതെന്ത് പരിപാടിയെന്ന് ഹൈക്കോടതി അത് റദ്ദാക്കി. ബട്ട് ബാനർജി ഒരു റിപ്പോർട്ട് കൊടുത്തു. ബാനർജി അതിൽ പറഞ്ഞു, അതിലാണ് ഈ തർക്കമൊക്കെ ഉള്ളത്. ഈ പെട്രോൾ ഒഴിക്കാൻ കയ്യെത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റെയിൽവേ ലൈനിൽ നിന്നിട്ട് വെസ്റ്റിബ്യൂൾ അതിലേക്ക് പെട്രോൾ ഒഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്ത് ന്യായമാണ്? ഇവരുടെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് പെട്രോൾ ഒഴിക്കാൻ പറ്റില്ല എന്നാണ്. ശരിയാണ്,
സൈഡിലെന്ന് പറഞ്ഞാൽ ട്രെയിൻ നിൽക്കുമ്പോൾ ട്രെയിനും അതിൻ്റെ പിന്നെ സ്ലീപ്പറും അതിൻ്റെ മറ്റേ മെറ്റലൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ, അതിൻ്റെയും സൈഡിൽ നിൽക്കുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ എറിഞ്ഞാൽ എത്തില്ല എന്നൊക്കെ തർക്കിക്കും. ഇത് അവിടെ നിന്നല്ല എറിഞ്ഞിരിക്കുന്നത്, വെസ്റ്റിബ്യൂളിൻ്റെ സൈഡിൽ നിന്നാണ്. റെയിൽവേ ലൈനിൽ കയറി നിന്ന് വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ ഇത് ഘടിപ്പിക്കുന്ന ആൾ നിന്നല്ലേ ഘടിപ്പിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, 2 വാഗൺ ഇങ്ങനെ ഒരെണ്ണം പുറകോട്ട് എടുക്കും, ടോ എന്ന് പറഞ്ഞ് ഇടിക്കുന്നു, അപ്പോഴത്തേക്ക് ഇയാൾ സ്ക്രൂ പിടിക്കുന്നു, പിന്നെ അത് ടൈറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ ദേ ഡു ദ ജോബ്. അപ്പോൾ അവിടെ ആൾ നിൽക്കാൻ പറ്റില്ല, നിന്നാൽ കൈയെത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ് എങ്ങനെ നിൽക്കുക? ഇപ്പോൾ ഇതെല്ലാം മിസ്ചീഫ് കാണിച്ചതാണ്. അവർക്ക് പറയാനായിട്ട് ചില പോയിൻറ്റ്സ് വേണം, അതിനു വേണ്ടി ഒരു മുഖർജിയെ വെച്ചിട്ട് അവരൊരു സാധനം ഉണ്ടാക്കി, എന്നിട്ട് അത് ഘോഷിച്ചുകൊണ്ട് ഇറ്റ് വാസ് സ്റ്റേഡ് ബൈ ഹൈക്കോർട്ട്. യു കനോട്ട് ഹാവ് 2 എൻക്വയറി കമ്മീഷൻസ് ഓൺ ദ സെയിം മാറ്റർ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംഗതി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കമ്മീഷൻ വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് വിശ്വാസമുള്ള വിക്കിപീഡിയ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഈ വിക്കിപീഡിയയെ കറക്റ്റ് ചെയ്യാൻ ഇവർ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ചാടിക്കയറി വിക്കിപീഡിയ എഡിറ്റ് ചെയ്ത് കളയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇപ്പോൾ അത് ഇന്നലെ വരെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നവരെ വിക്കിപീഡിയയിൽ ഇത് കിടപ്പുണ്ട്. എന്തായാലും ഈ ഗോത്ര കലാപം ഉണ്ടായതും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഈ 59 പേരുടെ ജീവന് നൽകേണ്ടി വന്ന ഒരു സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായ ഈ ഒരു കലാപത്തിന് ഇത്രത്തോളം വർഗീയവൽക്കരിച്ചും മറ്റുള്ള കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഇങ്ങനെ ഒരു കാര്യം, യഥാർത്ഥ വസ്തുത അങ്ങ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ ട്രെയിനിലുണ്ടല്ലോ S6 ബോഗിയിൽ ഒരാൾ സ്റ്റൗ വെച്ച് പാചകം ചെയ്തു. ആ സ്റ്റൗ ഉരുണ്ടു വീണു, അതിൽ നിന്ന് തീ പിടിച്ചു. ഇത് കമ്മീഷൻ ആവർത്തിച്ച് ആ ട്രെയിനിലുണ്ടായിരുന്നവരും ചാടി രക്ഷപ്പെട്ടവരും നിന്നവരും പിടിച്ചവരോടൊക്കെ ചോദിക്കും. അവർ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതിനകത്ത് കാല് കുത്താൻ സ്ഥലമില്ല, ലാട്രിൻ്റെ ആ വെയിലും ലാട്രിനുള്ളിലും വരെ ആൾ നിൽക്കുക. എവിടെ വെച്ചാണ് ഈ സ്റ്റൗ ഭക്ഷണം ഉണ്ടാക്കുന്നത്? മാത്രമല്ല നിരന്തരം ഒരു വശത്ത് കല്ലേറ് നടക്കുന്നു, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കല്ലെറിഞ്ഞു എന്നുള്ളത് ആർക്കും തർക്കമില്ല. ഈ കല്ലെറിയുന്നതിനിടയ്ക്ക് ഒരാൾ അക്ഷോഭ്യനായിട്ടിരുന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നു. ഭീകരമായ കല്ലേറും അടിവഴക്കൊക്കെ നടക്കുമ്പോൾ ഒരാൾ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇരുന്ന് ചപ്പാത്തി ചുടുന്നു. ഇതുപോലത്തെ കഥകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ചാനലിലൊക്കെ ഇത് എഴുതി വെച്ചുകൊണ്ടിരിക്കും. പാനലിസ്റ്റുകൾ രാഷ്ട്രീയക്കാരാണ്, അവർ പറയുന്നത് പിന്നെയും നോക്കുക, ആങ്കർമാർ പറയും ഈ കഥയൊക്കെ. ഇത് എല്ലാം ഡിസ്ഇൻഫർമേഷനാണ്. ഇറ്റ് ഡസൻ സ്റ്റാൻഡ്. ഇതൊന്നും ചെയ്തുകൂടാത്ത മഹാഭാവങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.